നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലപ്പിള്ളി മേഖലയിലെ കുണ്ടായി ചൊക്കന തോട്ടം മേഖല ഒരു വ്യത്യസ്തമായ അതിഥി സാന്നിധ്യത്തിന് സാക്ഷിയാവുകയാണ്. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയാനയെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഒരു കാട്ടാനക്കൂട്ടം ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. കുട്ടിയാനയ്ക്ക് ചുറ്റും കാവലായി നിൽക്കുന്ന വലിയ ആനകളുടെ കാഴ്ച നാട്ടുകാരിൽ കൗതുകവും അതേസമയം ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. മുപ്ലിപ്പുഴയിൽ വെള്ളം കുടിക്കാനെത്തി പിന്നെ ശാന്തമായി മടങ്ങുന്ന ആനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളാണ് ആദ്യം ആനകളെ കണ്ടത്. അപ്രതീക്ഷിതമായി നേരിൽ കണ്ടെങ്കിലും ആരും അവരെ ഓടിക്കാൻ ശ്രമിച്ചില്ല. കുട്ടിയാനയുള്ളതിനാൽ അധികം സമീപിക്കാതെ ദൂരത്ത് നിന്ന് മാത്രം നോക്കുകയായിരുന്നു എന്ന് തൊഴിലാളികൾ പറയുന്നു. ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. വർഷത്തെ തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം മുരിയാട് ഗ്രാമപഞ്ചായത്തിനും 2ാം സ്ഥാനം നന്മണിക്കര ഗ്രാമപഞ്ചായത്തിനും ലഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി പുരസ്കാരം. തുടർച്ചയായി 4ാം വർഷമാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നേട്ടം സ്വന്തമാക്കുന്നത്. ഇത്തവണ സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച 2ാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മുൻ പ്രസിഡന്റുമാരായ MR രഞ്ജിത്ത്, KM ചന്ദ്രൻ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടി ലഭിച്ച അംഗീകാരമാണ് ഇത്. വനിതാ ശാസ്ത്രീകരണ പദ്ധതിയായ ഷീ വർക്ക് സ്പേസ്, ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ, സദ്ഭരണം, മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് കൊടകര ബ്ലോക്ക് അംഗീകാരത്തിന് അർഹമായത്. തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി മുരിയാടിനും നെന്മണിക്കരയ്ക്കും ലഭിച്ചു. മുരിയാടിനാണ് 1ാം സ്ഥാനം. 2024-25 സാമ്പത്തിക വർഷം പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാ പദ്ധതികൾ പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. 20 ലക്ഷം രൂപ പഞ്ചായത്തിന് പാരിതോഷികമായി ലഭിക്കും. 2ാം സ്ഥാനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിനാണ്. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ, സദ്ഭരണം, ബാലസൗഹൃദ പ്രവർത്തനങ്ങൾ, ലൈഫ് പദ്ധതിയിലെ ഇടപെടലുകൾ, പദ്ധതി തുക പരമാവധി പ്രയോജനപ്പെടുത്തൽ, 100% ടാക്സ് പിരിവ്, 9 മുതൽ 24 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കായി ഏർപ്പെടുത്തിയ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രസിഡന്റ് TS ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാതൃകാ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു. ചേർപ്പിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഇന്നോവ കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത 7 പ്രതികൾ പിടിയിൽ. വല്ലച്ചിറ പെരിഞ്ചേരി സ്വദേശികളായ അവിലിശ്ശേരി വീട്ടിൽ 24 വയസ്സുള്ള ശരത്, കൈപ്പങ്ങൽ വീട്ടിൽ 19 വയസ്സുള്ള കാളിദാസൻ, അവിലിശ്ശേരി വീട്ടിൽ 21 വയസ്സുള്ള അഭിഷേക്, വെളയാട്ടിൽ വീട്ടിൽ 20 വയസ്സുള്ള സൂരജ്, വല്ലച്ചിറ ചെറുശ്ശേരി സ്വദേശികളായ വടക്കൂട്ട് വീട്ടിൽ 20 വയസ്സുള്ള അജിത്, പൊട്ടനാട്ട് വീട്ടിൽ 23 വയസ്സുള്ള സുമിത്, അവിണിശ്ശേരി സ്വദേശി പോട്ടയിൽ വീട്ടിൽ 19 വയസ്സുള്ള ആദിത്യൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO ഷാജൻ MS, SI സുബിന്ദ്, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ GSI മാരായ ജയകൃഷ്ണൻ, ഷൈൻ, GASI ജീവൻ ES, ഷൈൻ, GS CPO സോണി, CPO വികാസ്, GSI മാരായ ആരിഫ്, ഷീജ, ജോയ് തോമസ്, GS CPO അനീഷ്, തസിൻഡി, അർജുൻ, CPO പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വാക്കുതർക്കം പറഞ്ഞു തീർക്കാൻ വിളിച്ച സംഘത്തിന് നേരെ പ്രതികൾ ആക്രമണം നടത്തി സ്ഫോടക വസ്തുക്കൾ എറിയുകയും കാർ തകർക്കുകയും ആയിരുന്നു. കൊടുങ്ങല്ലൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മേത്തല പറമ്പിശ്ശേരി വീട്ടിൽ 35 വയസ്സുള്ള ഫെയ്മസിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി ഒളിവിൽ പോയി വിദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു.
ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച് വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്ക് അയച്ച് ഓപ്പറേഷൻ സുദർശനയുടെ ഭാഗമായി പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സാലിം കെ, GSI രാജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ്, ഗിൽബർട്ട്, ശ്യാം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,200 രൂപയും പവന് 1,13,600 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് പാഴായി കണ്ണംകുളങ്ങര വേലായുധൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് വടൂക്കര ശ്മശാനത്തിൽ. ശരളയാണ് ഭാര്യ. നെന്മണിക്കര മുൻ പഞ്ചായത്ത് അംഗം സനോജ്, സരിത എന്നിവർ മക്കളും. മോഹനൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിൻഡു എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.